കോൺഫിഡൻസ് ആണ് അല്ലേ അത്. ഞാനിന്ന് നമ്മുടെ ബേബിനെ ഫസ്റ്റായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇന്ന് ആക്ച്വലി 6 വീക്സും 4 ഡേയ്സുമായി. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഹാർട്ട് ബീറ്റൊക്കെ വന്ന് തുടങ്ങുന്ന സമയമായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആക്ച്വലി ഇന്നലെ നോക്കിയിരുന്നെങ്കിൽ കാണാമായിരുന്നു, പക്ഷേ ഒരു സേഫ്റ്റിക്ക് അവർ പറഞ്ഞു നമുക്ക് 29th എടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിന്ന് സ്കാൻ ചെയ്യാൻ പോവാം. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡോക്ടറിനെ പോയി കണ്ടു, പക്ഷെ ആ സമയത്ത് അവർക്കൊന്നും ഇറ്റ് വിൽ ബി വെരി സ്മോൾ, അപ്പോൾ ഒന്നും ഡിറ്റക്ട് ചെയ്യണ ടൈം ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്കാനിൽ അറിയാൻ പറ്റും എത്ര ബേബി ഉണ്ട്. എൻ്റെ വയറൊക്കെ നല്ല വീർത്ത പോലെ ഒരു ഫീലാണ് എനിക്കത്. ഗ്യാസാണോ കുട്ടിയാണോ എന്നറിയില്ല. അപ്പോൾ എനിക്കൊരു ഫീലുണ്ട് ഇനി ട്വിൻസ് ആണോ അപ്പോൾ അത് പിന്നെ കുട്ടി യൂട്രസിൽ തന്നെയാണോ ഫോം അയക്കണേ, കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് വന്നോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് സ്കാനിൽ അറിയാം. അപ്പം ഇപ്പം ഞങ്ങൾ ആശുപത്രി പോവാണ്. ഇത് ട്രാൻസ് വെജൈനൽ സ്കാനാണ്, ഫസ്റ്റ് സ്കാൻ അങ്ങനെ ചെയ്യണേ. അപ്പോൾ കുറച്ച് കാരണം ഇപ്പോൾ ബേബിൻ്റെ സൈസ് ഭയങ്കര കുഞ്ഞാണ്. പോമോഗ്രാനറ്റിൻ്റെ അത്ര ഒന്ന് പറഞ്ഞു. അപ്പം അത് കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഇവിടെ മാംഗ്ലൂരിൽ എന്താ അറിയില്ല, ഡിസംബറായിട്ട് മഞ്ഞാണ്, ഭയങ്കര ചൂടാണ്. നവംബർ 27th അല്ലേ, 29th സോറി 29th ആയപ്പോൾ തന്നെ ഭയങ്കര മഞ്ഞ്, ഒരു രക്ഷയില്ല. രാത്രി എനിക്ക് ശ്വാസം മുട്ടിപ്പോയി, അത്ര മഞ്ഞ്, ഭയങ്കര തണുപ്പാണ് രാത്രി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമറ്റ് വന്നപ്പോൾ മൂക്കൊക്കെ അടഞ്ഞ് അന്നേരം ഉറങ്ങിയിട്ടില്ല, ഉറക്കം ശരിയല്ല. പക്ഷെ എന്നാലും രാവിലെ ഞാൻ വളരെ എനർജിയോടെ എണീറ്റ് കുട്ടീനെ കാണാൻ പോണി. ഓക്കെ, അപ്പം ഇനി കണ്ടിട്ട് പറയാം. ഓക്കെ, ബൈ. അങ്ങനെ സ്കാനിങ് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ആദർശ് ആക്ച്വലി ബില്ലടക്കാൻ പോയിക്കാം. ഞാൻ അവർ പറഞ്ഞു പ്രഗ്നൻസി സ്കാനാണല്ലോ, അപ്പോൾ ആധാർ കമ്പൽസറി ആണ്. അപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ താഴെ റിസപ്ഷനിൽ പോയി പ്രിൻ്റ് എടുത്തു. പ്രിൻ്റൊക്കെ ആയിട്ട് സെറ്റായി. കാർഡിയക് ആക്ടിവിറ്റി അപ്പോ ഇതാണ് കുഞ്ഞാപ്പി തോന്നുന്നത്. ഇതാണ് ഹാർട്ട് ബീറ്റ്. ഓ എനിക്കറിയായിരുന്നു എല്ലാം സെറ്റാണെന്ന് അല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര എന്താ ബേബിനെ കാണാൻ പോണ ആ ഒരു ഫീലായിരുന്നു. അല്ലാണ്ട് അയ്യോ ആവോ ഇല്ലേ അങ്ങനൊരു ടെൻഷൻ ഇല്ല എന്നല്ല, പക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബായിരുന്നു. ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു എല്ലാം നോർമലാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹാർട്ട് ബീറ്റ് ഉണ്ട്. പിന്നെ 6 week and 2 days ഗ്രോത്താണ് കാണിക്കണേ. എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം 6 week and 4 days ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 5 ദിവസം അങ്ങോട്ടോ ഒരു 5 ദിവസം ഇങ്ങോട്ടോ അതൊക്കെ ആവാം, അതിനൊന്നും പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞു. എന്താ ആദർശ് ഫീൽ ചെയ്യുന്നത്?
ഡോക്ടർ കുറേ ബ്ലഡ് ടെസ്റ്റ് തന്നിട്ടുണ്ട്. കുറേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതാക്കണം. റാൻഡം ടെസ്റ്റിംഗ് സാധനങ്ങളാണ്. ഇനി നമ്മുടെ മെയിൻ സ്കാൻ NT സ്കാനും ഡബിൾ മാർക്ക് ടെസ്റ്റും ഉണ്ട്. അത് January 7th to 12th ആക്കേണ്ടത്. അപ്പം അത് കഴിഞ്ഞ് ആ റിസൾട്ടും കൂടി ആക്കി ഞാൻ ഈ വീഡിയോ ക്ലബ് ചെയ്തിടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇടോന്ന് അറിയില്ല, ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കണം. പക്ഷെ എന്തോ ഭയങ്കര പോസിറ്റീവ് ഫീലാണ് ഈ പ്രാവശ്യം എന്തോ എൻ്റെ ബേബി 11 ബേബിയാണ്. പക്ഷെ ഒരു ബേബി ഉള്ളൂ കേട്ടോ, 2 ബേബി ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഒരു ബേബി ഉള്ളു, ഒരു ബേബീനെ കണ്ടുള്ളൂ. ഇപ്പം അടുത്ത ടെസ്റ്റിൽ 2 ബേബി ആകുമോ അറിയില്ല, പക്ഷെ ഒരു ബേബി ഉള്ളു. ബാക്കി എൻ്റെ വയറും വണ്ണവും പിന്നെ ഗ്യാസുമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഡോക്ടർ ആക്ച്വലി ഭയങ്കര നല്ല ഡോക്ടർ, ഞങ്ങൾ കാണുന്ന ഡോക്ടർ